ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപിരിഞ്ഞു എന്ന യാഥാർത്ഥ്യം അംഗീകരിക്കാൻ കഴിയാത്ത മനസ്സുമായിട്ടാണ് നമ്മളൊക്കെ ഇവിടെ ഒന്നിച്ചു ചേർന്നിട്ടുള്ളത്. ഉമ്മൻചാണ്ടി ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത് കേരളത്തിലെ ആബാലവൃദ്ധം മുഴുവൻ ആളുകൾക്കും മാത്രമല്ല, സണ്ണി ചൂണ്ടിക്കാണിച്ചതുപോലെ മലയാളികളുള്ള ലോകത്തിലെ എല്ലാ ഭാഗത്തും ഉമ്മൻചാണ്ടി അവരുടെ ഹൃദയത്തിൽ ജീവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞങ്ങളുടെയൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ് വയലാർ രവി, എ കെ ആൻ്റണി, ഉമ്മൻചാണ്ടി, അങ്ങനെ തുടങ്ങിയ നിരയുമായിട്ടാണ് ഞാൻ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഞാനിപ്പോഴും ഓർക്കുന്നു ആദ്യമായി ഉമ്മൻചാണ്ടിയെ കണ്ടുമുട്ടിയ സന്ദർഭം. ഞാനിന്ന് SLC കഴിഞ്ഞ് 1ാം വർഷ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയാണ്. സ്കൂൾ വിദ്യാർത്ഥികളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് വയലാർ രവി അധ്യക്ഷനായ 21 അംഗ KSU സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായി വരുന്നത്. ആദ്യ മീറ്റിംഗ് 1964 ആഗസ്റ്റ് 2-നായിരുന്നു. അന്നാണ് ഉമ്മൻചാണ്ടി ആദ്യമായി കാണുന്നത്. ആ മീറ്റിങ്ങിൽ വെച്ചാണ് KSU പ്രസിഡൻ്റായിരുന്ന വയലാർ രവി അധ്യക്ഷപദം ഒഴിഞ്ഞ് എ കെ ആൻ്റണിയെ KSU പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുന്നത്. ആ കമ്മിറ്റിയിൽ ഉമ്മൻചാണ്ടിയും AC ഷൺമുഖദാസുമായിരുന്നു ജനറൽ സെക്രട്ടറിമാർ. സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായ എന്നെയാണ് തൃശ്ശൂർ ജില്ലയിൽ KSU സംഘടിപ്പിക്കുന്നതിന് ആ കമ്മിറ്റി അന്ന് ചുമതലപ്പെടുത്തിയത്. പിന്നീട് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ചു. സിറിയക്ക് വെളിയത്തിൽ ആദ്യ ജില്ലാ പ്രസിഡന്റ്, സിറിയക്ക് ഇപ്പോൾ തൃശ്ശൂരിൽ അധ്യാപക ജീവിതം അത് പെൻഷനായി അവിടെ ഉണ്ട്. പിന്നീട് ഞാൻ KSU ജില്ലാ പ്രസിഡൻ്റായി. തൃശ്ശൂർ ജില്ലയിൽ KSU പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനായി ഉമ്മൻചാണ്ടിയും എ കെ ആൻ്റണിയും എത്രയോ ദിവസങ്ങൾ ഞങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. അന്ന് KSUവിന് പണമില്ല, സംഘടന പ്രവർത്തനം മുന്നോട്ട് നീക്കാൻ പൈസയില്ല, സമ്മേളനങ്ങൾക്ക് പൈസയില്ല. പക്ഷേ ഞങ്ങൾ, ആൻ്റണി വരും, ഉമ്മൻചാണ്ടി വരും, ഞാൻ, ജോസ് താണിക്കൽ, KP വിശ്വനാഥൻ തുടങ്ങിയവരൊക്കെ ഉണ്ടാകും. ഞങ്ങൾ പണം പിരിക്കും. പകുതി സംസ്ഥാന കമ്മിറ്റിക്ക്, പകുതി ജില്ലാ കമ്മിറ്റിക്ക്. ആ വർഷത്തെ പ്രവർത്തനത്തിന് വേണ്ട പണം സമ്പാദിക്കുന്നത് അങ്ങനെയായിരുന്നു. ഈ രീതിയിൽ മുന്നോട്ട് പോയി. ഉമ്മൻചാണ്ടിയുടെ നേതൃത്വമാണ് കേരള വിദ്യാർത്ഥി യൂണിയന് സംസ്ഥാന വ്യാപകമായ ഒരു അംഗീകാരം നൽകിയത്. KSUവിൻ്റെ ആദ്യ പ്രതാപകാലത്തിന് ശേഷം വയലാർ രവി മാറി KSU പ്രവർത്തന രംഗത്ത് കുറച്ചു കാലം പ്രവർത്തനക്ഷമമല്ലായിരുന്നു. പിന്നീട് KSU പ്രവർത്തനക്ഷമമായി മുന്നോട്ട് പോകുന്നത്, വിദ്യാർത്ഥികളുടെ മഹാപ്രസ്ഥാനമായി വളർത്തിയത് എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടി, പിന്നീട് ഉമ്മൻചാണ്ടിയുമാണ്. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിലാണ് ശ്രദ്ധേയമായ മുരളി സമരം നടക്കുന്നത്. തേവര കോളേജിലെ വിദ്യാർത്ഥിയായ മുരളി അന്ന് പോലീസ് അതിക്രമത്തിൽ മരണപ്പെടുന്ന ആ പശ്ചാത്തലം, കേരള വ്യാപകമായി നടന്ന വൻ സമരം. ആ സമരം അന്നത്തെ EMS നമ്പൂതിരിപ്പാട് KSUവിൻ്റെ ആവശ്യങ്ങളൊന്നും അംഗീകരിച്ചില്ലെങ്കിലും KSUവിൻ്റെ വളർച്ച കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സിൽ രൂഢമൂലമായി വളർന്നത് ആ കാലഘട്ടത്തിലായിരുന്നു. ഞങ്ങൾ ഓർക്കുന്നു, അത് കഴിഞ്ഞു KSUവിൻ്റെ 10ാം സംസ്ഥാന സമ്മേളനം. ഉമ്മൻചാണ്ടി KSU പ്രസിഡൻ്റാകുന്നത് 1966 എറണാകുളം സമ്മേളനത്തിൽ വെച്ച് ആൻ്റണി ഒഴിഞ്ഞ് ഉമ്മൻചാണ്ടി KSU പ്രസിഡൻ്റായി. പിന്നീട് കോഴിക്കോട് സമ്മേളനം, 10ാം സമ്മേളനം. അതിലാണ് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പങ്കെടുത്ത KSUവിൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രകടനം നടക്കുന്നത്.
ആ സമ്മേളനത്തിലാണ് ഉമ്മൻചാണ്ടി വീണ്ടും പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മുല്ലപ്പള്ളി രാമചന്ദ്രൻ വൈസ് പ്രസിഡൻ്റായി, PC ചാക്കോയും കടന്നപ്പള്ളി രാമചന്ദ്രനും ഞാനും ജനറൽ സെക്രട്ടറിമാരായി നിർദ്ദേശിക്കപ്പെട്ടു. പിന്നീട് കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം അവകാശങ്ങൾ നേടിയെടുത്ത സുപ്രധാന സംഭവങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടി. ഞാനിപ്പോൾ ഓർക്കുന്നു, EMS നമ്പൂതിരിപ്പാട് മുഖ്യമന്ത്രി, CH മുഹമ്മദ് കോയ വിദ്യാഭ്യാസ മന്ത്രി, ഇടതുപക്ഷ ഗവൺമെൻറ് ആണെങ്കിലും ആദരണീയനായ CH മുഹമ്മദ് കോയയെ കണ്ട ഓരോ സന്ദർഭത്തിലും ഞങ്ങളൊക്കെ സംതൃപ്തരായിട്ടാണ് മടങ്ങിയത്. യൂണിവേഴ്സിറ്റി ഭരണത്തിൽ വിദ്യാർത്ഥി പങ്കാളിത്തം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്, യാഥാർത്ഥ്യമാക്കിയത്, അതിന് നേതൃത്വം കൊടുത്തത് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയായിരുന്നു. അന്ന് യൂണിവേഴ്സിറ്റി ബില്ല് ചർച്ച നടക്കുന്ന സമയത്ത് ഞങ്ങൾ CHനെ കണ്ടു. ഞാനും ഉമ്മൻചാണ്ടിയും ഹസനും KC ജോസഫും ഞങ്ങളെല്ലാവരും കൂടി CHനെ കണ്ടു. അതേ തുടർന്നാണ് പിന്നീട് വന്ന യൂണിവേഴ്സിറ്റി നിയമത്തിൽ ഏഷ്യയിലാദ്യമായി യൂണിവേഴ്സിറ്റി ഭരണത്തിൽ വിദ്യാർത്ഥി പങ്കാളിത്തം സെനറ്റിൽ 3 പേർ വിദ്യാർത്ഥി പ്രതിനിധികൾ നിർദ്ദേശിക്കപ്പെട്ടു. KSUവിൻ്റെ ഭാഗത്ത് നിന്ന് MM ഹസൻ, CPI ASFൻ്റെ ഭാഗത്ത് നിന്ന് J ഉദയഭാനു, CPMൻ്റെ ഭാഗത്ത് നിന്ന്, SFIയുടെ ഭാഗത്ത് നിന്ന് സലാം, അഡ്വക്കേറ്റ് സലാം, 3 പേരായിരുന്നു. പിന്നീട് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ രൂപം കൊടുക്കുന്നതിന് നേതൃത്വം കൊടുത്തത് AK ആൻ്റണിയും വയലാർ രവിയും ഉമ്മൻചാണ്ടിയാണ്. KSUവിൻ്റെ ആദ്യകാല ആവശ്യങ്ങളിലൊന്നായിരുന്നു യൂണിവേഴ്സിറ്റി യൂണിയൻ സംഘടിപ്പിക്കുക എന്നുള്ളത്. സർ CP ഭരിക്കുന്ന കാലത്ത് K ബാലകൃഷ്ണൻ കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡൻ്റായിരുന്നു. CPയെ വിമർശത്തിൻ്റെ പേരിൽ അന്ന് CP പിരിച്ചുവിട്ട കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ പിന്നീട് രൂപം കൊള്ളുന്നത് KSUവിൻ്റെ ആൻ്റണിയുടെ, വയലാർ രവിയുടെ, ഉമ്മൻചാണ്ടിയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ട്, KSUവിൻ്റെ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് അന്ന് കേരള യൂണിവേഴ്സിറ്റി യൂണിയൻ രൂപീകരിച്ചു. തലേക്കുന്നിൽ ബഷീർ, പ്രിയപ്പെട്ട തലേക്കുന്നിൽ ബഷീർ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റായി, പിന്നീട് ഹസൻ പ്രസിഡൻ്റായി, പിന്നീട് തിരുവഞ്ചൂർ പ്രസിഡൻ്റായി, അങ്ങനെ നീണ്ടുപോകും. അതുപോലെ സെക്കൻഡറി വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. സെക്കൻഡറി വിദ്യാഭ്യാസം കഴിഞ്ഞു പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം സൗജന്യമാക്കാൻ നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള KSU ആയിരുന്നു. ഈ രീതിയിൽ അതുപോലെ ഫീസ് ഏകീകരണ സമരം, പ്രൈവറ്റ് കോളേജിലെ ഫീസ് സർക്കാർ കോളേജിലെ ഫീസിനോടൊപ്പം തുല്യപ്പെടുത്തണമെന്ന ആവശ്യം വയലാർ രവിയുടെ കാലം മുതൽ KSU ഉന്നയിച്ച, AK ആൻ്റണി തുടർന്ന് വന്ന ഉമ്മൻചാണ്ടി മുന്നോട്ട് വെച്ച ആവശ്യം യാഥാർത്ഥ്യമാക്കാൻ അവസരം കിട്ടിയത് ഞാൻ KSU പ്രസിഡൻ്റായിരുന്ന കാലത്താണ്. അന്നത്തെ അച്യുതമേനോൻ, കരുണാകരൻ, CH മുഹമ്മദ് കോയ ത്രയങ്ങൾ നേതൃത്വം കൊടുക്കുന്ന ഭരണകൂടം അത് അംഗീകരിച്ചു. KPCC KK വിശ്വനാഥൻ വക്കീൽ അധ്യക്ഷനായുള്ള കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ആദ്യം അംഗീകരിച്ചു, പിന്നീട് ഐക്യകക്ഷി അംഗീകരിച്ചു. ഇന്നതൊരു യാഥാർത്ഥ്യമായി. അതോടൊപ്പം KM ചാണ്ടി സാർ അധ്യക്ഷനായ AKPCTയുടെ ആവശ്യം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് അന്ന് ഡയറക്റ്റ് പേയ്മെൻറ്റ് അധ്യാപകർക്ക്, സ്വകാര്യ കോളേജിലെ അധ്യാപകർക്ക് ഏർപ്പെടുത്താൻ സാധിച്ചു. ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ തലമുറ ചിന്തിക്കാത്ത കാര്യങ്ങൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് ഉമ്മൻചാണ്ടിയാണ്. സമരം ചെയ്യുന്നതോടൊപ്പം തന്നെ ക്രിയാത്മകമായ പാതയിലൂടെ ഉമ്മൻചാണ്ടി KSUവിനെ നയിച്ചു. നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും, ഓണത്തിന് ഒരു പറ നെല്ല് എന്ന കർമ്മ പരിപാടി ഏഷ്യയിലാദ്യമായി അന്ന് കൃഷിമന്ത്രിയായിരുന്ന MN ഗോവിന്ദൻ നായർ വിദ്യാർത്ഥികൾ എന്തുകൊണ്ട് സമരരംഗത്ത് മാത്രം നിൽക്കുന്നു, എന്തുകൊണ്ട് കർമ്മരംഗത്ത്, ക്രിയാത്മക രംഗത്ത് ഇറങ്ങിക്കൂടാ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഓണത്തിനൊരു പറ നെല്ല് എന്ന കർമ്മ പദ്ധതി ആവിഷ്കരിച്ചു. മനോഹരമായ പദ്ധതി, വിജയകരമായ പദ്ധതി. 1968 കുന്നംകുളത്ത് ചേർന്ന KSUവിൻ്റെ സംസ്ഥാന ക്യാമ്പിനോടനുബന്ധിച്ച് കുന്നംകുളം പാറയമ്പാടത്ത് വെച്ച് ആദരണീയനായ MN ഗോവിന്ദൻ നായർ, ഉമ്മൻചാണ്ടി പ്രസിഡൻ്റായ KSUവിൻ്റെ ഓണത്തിന് ഒരു പറ നെല്ല് ഉദ്ഘാടനം ചെയ്തത് വലിയൊരു സംഭവമായിരുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിൽ
വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ സുവർണ രേഖകളിൽ എഴുതപ്പെടേണ്ട ഒരു മഹാസംഭവമായി സംരംഭമായി ഇന്നും അത് അംഗീകരിക്കപ്പെടുന്നു. അന്ന് കേരളം മുഴുവൻ വളം നൽകിയത് MKK നായർ അധ്യക്ഷനായ FACT ആണ്. FACTയിൽ ചേർന്നത് കളക്ട് ചെയ്ത് കേരളത്തിലെ എല്ലാ DCCകളിലും എത്തിച്ചാലുള്ള ചുമതല എന്നെയായിരുന്നു ഏൽപ്പിച്ചത്. എത്ര മനോഹരമായ അനുഭവങ്ങൾ. പിന്നീട് ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായി. ഉമ്മൻചാണ്ടി അധ്യക്ഷനായ KSUവിൻ്റെ ഒറ്റപ്പാലം ക്യാമ്പിനോടനുബന്ധിച്ചാണ് NSUI രൂപം കൊണ്ടത്. അന്ന് ഉമ്മൻചാണ്ടിയും ആൻ്റണിയും അതുപോലെ ഹസനും KC ജോസഫും തിരുവഞ്ചൂരും CH ഹരിദാസും മുല്ലപ്പള്ളിയും ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചർച്ച ചെയ്തപ്പോഴാണ് ബംഗാളിലെ ഛത്രപരിഷത്തും KSUവും ചേർന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് നാഷണൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് ഇന്ത്യ രൂപീകരിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നതും അന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ വയലാർജിയെ ചുമതലപ്പെടുത്തി. ഞങ്ങൾ ഇന്ദിരാഗാന്ധിയായി വളരെ അടുപ്പമായിരുന്ന വയലാർജി അതിന് ഇടപെട്ടു. NSUI രൂപീകരിച്ചു. ആദ്യത്തെ കൺവീനർ KSU പ്രവർത്തകനായിരുന്ന അഡ്വക്കേറ്റ് TG വിശ്വനാഥനായിരുന്നു. പിന്നീട് നമ്മുടെ KC ജോസഫ് അതിൻ്റെ 2 കൺവീനർമാരിൽ ഒരാളായി. ബംഗാളിൽ നിന്നും അഷിത് മിത്ര, കേരളത്തിൽ നിന്നും KC ജോസഫ് അവർ ജോയിൻറ്റ് കൺവീനറുമായി കമ്മിറ്റി തുടർന്നു. കേരളത്തിലെ മോഹൻ ഗോപാൽ പിന്നീട് ജോയിൻറ്റ് സെക്രട്ടറിയായി അതിൽ പ്രവർത്തിച്ചു. KSUവിൻ്റെ NSUIൻ്റെ പ്രഥമ അഖിലേന്ത്യാ സമ്മേളനം 1974 തിരുവനന്തപുരത്ത് വെച്ചാണ് നടന്നത്. അതോടനുബന്ധിച്ചുള്ള ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള അന്നത്തെ വിദ്യാർത്ഥി നേതാക്കൾ, ഒരു കാര്യം ഞാൻ എടുത്തു പറയട്ടെ, ഇന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ പല പാർട്ടികളിലായി ചെതറിക്കെടുക്കുന്ന പ്രമുഖ നേതാക്കൾ അവരൊക്കെ ആ സമ്മേളനത്തിൽ NSUI പ്രതിനിധികളായി തിരുവനന്തപുരത്ത് സമ്മേളിച്ചിരുന്നു എന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. പിന്നീട് ഉമ്മൻചാണ്ടി യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി. അത് കഴിഞ്ഞു സംസ്ഥാന നിയമസഭയിലേക്ക് തെരഞ്ഞെടുപ്പ്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരായ 5 പേർ അന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ഉമ്മൻചാണ്ടി 26-ാം വയസ്സിൽ പുതുപ്പള്ളിയിൽ നിന്നും, AK ആൻ്റണി 28-ാം വയസ്സിൽ ചേർത്തലയിൽ നിന്നും, അതുപോലെ ശ്രീ N രാമകൃഷ്ണൻ, MV രാജം മാസ്റ്റർ, കൊട്ടറ ഗോപാലകൃഷ്ണൻ, രാഘവ മാസ്റ്റർ, ഇങ്ങനെ ഒരു നിര അന്ന് നിയമസഭയിലേക്ക് ജയിച്ചു വന്നു. തുടർന്ന് വന്ന പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ 31-ാം വയസ്സിൽ വയലാർ രവി പാർലമെൻറ്റിലേക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 27-ാം വയസ്സിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ KSU പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞ് നേരെ പോയത് നോമിനേഷൻ കൊടുക്കാനായിരുന്നു പാർലമെൻറ്റിലേക്ക്. അങ്ങനെ KSUവിൻ്റെ വളർച്ച, യൂത്ത് കോൺഗ്രസിൻ്റെ വളർച്ച മുന്നോട്ട് നീക്കി ദേശീയ തലത്തിലും ശ്രദ്ധേയമായ പ്രസ്ഥാനമായി ഉയർന്നു. നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞു. പിന്നീട് AK ആൻ്റണി മന്ത്രിസഭയിൽ, അതിനു മുമ്പ് കരുണാകരൻ മന്ത്രിസഭയിൽ, ശ്രീ അച്യുതമേനോൻ കരുണാകരൻ മന്ത്രിസഭയിൽ ഉമ്മൻചാണ്ടി മന്ത്രിയായി. തൊഴിൽ രംഗത്ത് യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ട ആവശ്യങ്ങൾ, തൊഴിലില്ലായ്മ, വേതനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാൻ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ ചുരുക്കി പറയുകയാണ്, സമയം നീണ്ടുപോകുന്നു, നേതാക്കന്മാരുടെ നിരയുണ്ട്, ഇത് പറഞ്ഞു വന്നപ്പോൾ അങ്ങ് നീണ്ടുപോവുകയാണ്. ഞാൻ പറയട്ടെ, അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായി വന്ന പ്രത്യേക സാഹചര്യം, ഭരണം എന്നുള്ളത് മുഖ്യമന്ത്രി പദത്തിനൊരു പുതിയ അർത്ഥം കൽപ്പിച്ചു. ജനപക്ഷ രാഷ്ട്രീയം, അതായിരുന്നു മുഖമുദ്ര. ജനങ്ങളെ നേരിട്ട് ബന്ധപ്പെട്ട് ആർക്കും കടന്നു ചെല്ലാവുന്ന ഒരു തലത്തിലേക്ക് ഉയർന്നു വന്ന അദ്ദേഹം, ആരെയും കാണാവുന്ന തലത്തിലേക്ക് മുന്നോട്ട് നീക്കിയ അദ്ദേഹം യഥാർത്ഥത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾക്ക് കേരളത്തിൽ വഴി തെളിയിച്ചു. ജനപക്ഷ രാഷ്ട്രീയത്തിന് നേതൃത്വം കൊടുത്തു, കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ചു. ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്, 10,000ങ്ങളുടെ കൂട്ടത്തിലാണെങ്കിലും ഒരു പ്രശ്നം പറഞ്ഞാൽ അത് ഗ്രഹിച്ച് അതിന് പരിഹാരമുണ്ടാക്കാൻ ശ്രമിച്ചിട്ട് ഒരൊറ്റ സംഭവം ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. പ്ലാച്ചിമട സമരത്തോടനുബന്ധിച്ച് ഈ വിളയോടി വേണുഗോപാൽ ഉൾപ്പെടെയുള്ള കുറേ പേർ അന്ന് വിയൂർ ജയിലിലായി. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ നയപരമായൊരു പ്രസ്താവന വരണം. സമരം നേരത്തെ തുടങ്ങിയിരുന്നു.
പ്രഖ്യാപനം വന്നാലേ ഞങ്ങൾ ജയിലിൽ നിന്ന് ഇറങ്ങുമെന്നായിരുന്നു അവരുടെ പക്ഷം. വിവരമറിഞ്ഞ് ഞാൻ അവർ ജയിലിൽ പോയി കണ്ടു. നേരെ ഉമ്മൻചാണ്ടിയെ വിളിച്ചു. ആലപ്പുഴയിൽ ജനസമ്പർക്ക പരിപാടിയിലാണ്. 10,000ങ്ങളുടെ ഇടയിൽ ഫോണിൽ സംസാരിച്ചു. സുധീരൻ, ഒരു കാര്യം ചെയ്യാം, ഞാൻ കൈകാര്യം ചെയ്യാം, ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ PJ ജോസഫ്, അന്നത്തെ ജലസേചന വകുപ്പ് മന്ത്രി PJ ജോസഫിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു. അവരാവശ്യപ്പെട്ട തരത്തിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് വന്നു. എനിക്കതിൻ്റെ പകർപ്പ് വാട്സപ്പിൽ കിട്ടി. ഞാനതുമായി ജയിലിൽ പോയി ആ പ്രശ്നം പരിഹരിച്ചു. ഇങ്ങനെ ഓരോ കാര്യത്തിലും ശ്രദ്ധേയമായ രീതിയിലുള്ള പ്രവർത്തനം. ഞാൻ ചുരുക്കുന്നു, ഒരു വയലാർ രവിയും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയുമാണ് എൻ്റെ എക്കാലത്തെയും നേതാക്കൾ. അത് ഞാൻ എല്ലാ കാലത്തും തുറന്നു പറയുന്നതാണ്. പക്ഷേ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 3 പേരുമായിട്ടും പല നയപരമായ വിഷയങ്ങളിലും വിയോജിപ്പുകളുണ്ടായിട്ടുണ്ട്. പക്ഷെ വിയോജിപ്പുകളുണ്ടെങ്കിലും വ്യക്തിപരമായ സ്നേഹബന്ധത്തിന് ഒരു തരത്തിലുള്ള ക്ഷതവും ഏറ്റിട്ടില്ല. ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയ പരിശീലനം, KSU യൂത്ത് കോൺഗ്രസ് കാലത്ത് ക്യാമ്പുകളിൽ നിന്ന് കിട്ടിയ പരിശീലനം, ആരുടെ മുഖത്ത് നോക്കി അഭിപ്രായങ്ങൾ പറയാനുള്ള ആർജവം ആ തലമുറയ്ക്ക് പകർന്നു നൽകിയത് ആ ക്യാമ്പുകളിലാണ്. അത് പകർന്നു നൽകിയത് വയലാർ രവിയും MA ജോണും AK ആൻ്റണിയും ഉമ്മൻചാണ്ടിയും അടങ്ങിയ ആ നേതൃത്വമാണ് എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ ഓർക്കുന്നു. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളിലും വിയോജിപ്പുകൾ ഉണ്ടാകാം. ചർച്ച എന്ന് പറഞ്ഞാൽ വിയോജിപ്പുകൾ ഉണ്ടാകാം. പക്ഷെ അത് കഴിഞ്ഞാൽ എല്ലാവരും ഒറ്റക്കെട്ടായി മുന്നോട്ട് നീങ്ങുക. കാസർഗോഡ് മുതൽ പാറശാല വരെയുള്ള KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിപ്രായം, ഒരേ മനസ്സ്, ഒരേ രീതി. ആ രീതിയിൽ മുന്നോട്ട് പോയ ആ കാലഘട്ടം. ആരും സ്ഥാനങ്ങൾക്ക് വേണ്ടി പുറകെ പോയിട്ടില്ല. എല്ലാവർക്കും അർഹതപ്പെട്ട പദവികൾ അറിഞ്ഞ് ഏൽപ്പിക്കാനുള്ള ഉത്തരവാദിത്തം, ആർജവം അന്നത്തെ നേതൃത്വം കാണിച്ചിരുന്നു. ഒരിക്കൽ പോലും ഒരു പദവികൾക്ക് വേണ്ടി ആരെയും സമീപിക്കുന്ന ഒരു കാലമുണ്ടായിട്ടില്ല. ആ ഒരു കാലം മനോഹരമായ ഒരു കാലം, ജീവിതത്തിൻ്റെ, രാഷ്ട്രീയ ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് വിശേഷിപ്പിക്കാവുന്ന ആ കാലഘട്ടം. കേരളത്തിന് ആ തലമുറ നൽകിയ നേട്ടം, അത് പ്രത്യേകിച്ചും അന്നത്തെ പാർലമെൻ്ററി പാർട്ടി ലീഡർ K കരുണാകരൻ, KPCC പ്രസിഡന്റ് KK വിശ്വനാഥൻ, ആ നിലയിൽപ്പെട്ട പഴയ തലമുറയുടെ പിന്തുണയോടുകൂടി കേരളത്തിലെ യുവജനരംഗത്ത് ആർജവങ്ങൾ നടത്തിയ ആ കാലമാണ്. അതിൻ്റെ തുടർച്ചയാണ് ശ്രീ ജനീഷ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നു. ശ്രീ അലോഷ്യസ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള, എവിടെ അലോഷ്യസ് സേവിയർ ഇവിടെ KSUവിനെ നയിക്കുന്നു. ആരുടെ മുമ്പിലും നിലപാടുകൾ വ്യക്തമാക്കാനുള്ള ആർജവം, അതാണ് കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ ആർജവമായി തുടർന്നു പോവുക. ഇടയ്ക്ക് ചില പ്രയാസങ്ങളൊക്കെ വരും, അതൊന്നും അത്ര ഗൗരവമായി എടുക്കരുത്. അതൊന്നും ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചർച്ചാ വിഷയമേ അല്ല. അതൊക്കെ സ്വാഭാവികമാണ്, അതിൻ്റെ പ്രവർത്തന രീതി മാത്രമാണ്. പക്ഷേ ക്ഷമാപൂർവം കാര്യങ്ങൾ ശ്രമിക്കുക, പരിഹാരമുണ്ടാകാൻ ശ്രമിക്കുക. പരിഹാരമുണ്ടായില്ലെങ്കിൽ ക്ഷമാപൂർവം അത് ഉൾക്കൊള്ളുക, അതിനുവേണ്ടി അതിൻ്റേതായ തലത്തിൽ പ്രവർത്തിക്കുക. ആ കേരള വിദ്യാർത്ഥി യൂണിയനും യൂത്ത് കോൺഗ്രസും നടത്തിയ ആ പ്രവർത്തന പശ്ചാത്തലം, അത് കേരളത്തിലെ, ഇന്ത്യയിലെ തലമുറകൾക്ക് ഒരു മാതൃകയായിരുന്നു. ആ മാതൃകയുടെ ചുവട് പിടിച്ച് പഴയകാല പ്രതാപത്തിലേക്ക് KSU യൂത്ത് കോൺഗ്രസിനെ മുന്നോട്ട് നയിക്കാൻ ഇന്ന് KSU യൂത്ത് കോൺഗ്രസ് ഇടക്കാലത്തുണ്ടായ അല്പം ക്ഷീണം മാറി വീണ്ടും പഴയ പ്രതാപത്തിലേക്ക് കടന്നു വരുന്നൊരു കാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ, അത് കേരളത്തിലെ കോൺഗ്രസ്സിന്, UDFന്, ജനാധിപത്യ മതേതര പ്രസ്ഥാനങ്ങൾക്ക് എന്നെന്നും പുതിയ ആർജവം പ്രദാനം ചെയ്യും, ഊർജം പ്രദാനം ചെയ്യും. എന്നെന്നും പ്രചോദനകരമാണ്. ആ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ദീർഘമായ എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു.